ഒരുപാട് സന്തോഷം. ഞാൻ ഈ അവാർഡിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്കിതൊരു അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ്. കാരണം അത്രയേറെ പ്രഗത്ഭരായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയാണ് മത്സരിക്കാൻ പറ്റിയത്. പിന്നെ അവാർഡ് കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമായി. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ ഫാമിലിയോടും പിന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരോടും, എസ്പെഷ്യലി കുമാർ സുനിൽ ആൻഡ് വിജയ് വിശ്വനാഥ്, അങ്ങനെ എല്ലാവരോടും നന്ദി പറയുകയാണ്. ആൻഡ് ഞങ്ങളുടെ ഡയറക്ടർ ഫാസിൽ, താമർ KV, സുധീർ സ്കറിയ, എല്ലാവരോടും നന്ദി പറയും. മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ ലിസ്റ്റ് നമ്മൾ കാണൂലേ, ഇത്രയേറെ ഇവരുടെയൊക്കെ കൂടെയാണ് നമ്മൾ മത്സരിക്കുന്നുള്ളത് എന്നുള്ളൊരു, അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ടെൻഷനാണ്, ഇത് കിട്ടിയാൽ എന്ത് ചെയ്യും, എങ്ങനെ ഇത് എൻജോയ് ചെയ്യും എന്നുള്ളൊരു. രണ്ടാമത്തെ ചിത്രത്തിൽ തന്നെ എത്ര വലിയൊരു അംഗീകാരമൊക്കെ വരുന്നുള്ളത് വിഷയമാണ്. ഞങ്ങൾ സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങളായിരുന്നു. അതുകൊണ്ട് സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. IFFKയിലായിരുന്നാലും അല്ലാതെ കുറേ ഫെസ്റ്റിവൽസിന് പോയപ്പോഴും സിനിമയ്ക്കും പിന്നെ ഞങ്ങൾ കഥാപാത്രങ്ങൾക്കും എടുത്തെടുത്ത് എൻ്റെ ആയാലും കുമാർ ചേട്ടൻ്റെ ആയാലും വിജയ് വിശ്വനാഥ് ആയാലും ബാക്കി ഇതിൽ അവതരിപ്പിച്ച ഓരോരുത്തരെയും എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നല്ല പ്രൊജക്ട്സ് വന്നാൽ മുന്നോട്ട്, അഭിനയം ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. പാട്ടെഴുത്തിലൂടെ സിനിമയിൽ സജീവം ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതായത് എൻ്റെ പാട്ടുകൾ ഏതെങ്കിലും ഒരു പാട്ട് സിനിമയിൽ വരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനുള്ളൊരു ക്യാപ്പബിലിറ്റിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് അഭിനയിക്കാനാണെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമായി. അപ്പം എനിക്ക് തോന്നുന്നു അഭിനയമായിരിക്കും പാട്ടെഴുത്തിനേക്കാളും കൂടുതൽ. എൻ്റെ ആദ്യത്തെ സിനിമ 1001 നുണകൾ വഴിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. 1001 നുണകൾ എനിക്ക് താമർ KV ആണ് അതിൻ്റെ 1001 നുണകൾ ഡയറക്ടർ. പിന്നെ ഫാസിലായിരുന്നു അതിൻ്റെ സ്പോട്ട് എഡിറ്റർ. ദെൻ സുധീർ സ്കറിയ എൻ്റെ ആയിരുന്നു. അവർ 3 പേരും ചേർന്നിട്ടാണ് ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരാണ് എന്നെ ഈ സിനിമയിലേക്ക് എത്തിച്ചത്. അതിന് കാരണമായ 1001 നുണകളിൽ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടർ സലീം അഹമ്മദ് സർ, എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. കൈകോർത്തു പോകുമ്പോൾ കഥ പോലെ പറയാൻ ഒരു പാടുത്തില്ലൊന്നു നോക്കി ഞാൻ, മനസ്സിൻ്റെ വാതിൽ കലോർത്തോർത്തിരുന്ന് മിഴിവാർന്നുറങ്ങിയിട്ടുണ്ട് ഞാൻ. ഇനിയുണ്ട് കാലം, ഒത്തിരിയുണ്ട് നേരം, പറയാത്തതൊക്കെ പറഞ്ഞങ്ങു പോകാം. ഇനിയുണ്ട് കാലം, ഒത്തിരിയുണ്ട് നേരം, പറയാത്തതൊക്കെ പറഞ്ഞങ്ങു പോകാം. ഫാമിലി, എൻ്റെ ഹസ്ബൻഡാണ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയിലെല്ലാവരും, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും ഈ സിനിമയിൽ. പിന്നെ എൻ്റെ താത്ത, എൻ്റെ അളിയൻ, സിനിമ കഴിഞ്ഞിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ അളിയനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും എടുത്ത് പറയുന്നില്ല, എൻ്റെ കാക്ക, എൻ്റെ താത്ത, എല്ലാവരും എൻ്റെ ഫാമിലിയിലെ എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഫാമിലി ആയാലും സപ്പോർട്ടീവാണ്.